ഫുള്ളി ഫർണിഷ് ചെയ്തിരിക്കുന്ന ഒരു ഇൻഡിവിജ്വൽ ഹൗസ് നോക്കുന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ദിസ് ഇസ് റോസ്മി. സഫിഷ്യന്റ് കാർ പാർക്കിങ്ങോട് കൂടിയിട്ട് കുറച്ച് ഗ്രീനറി ഒക്കെ കൊടുത്ത് വളരെയധികം പേഴ്സണൽ ടച്ചോട് കൂടിയിട്ട് മെറ്റീരിയൽ സെലക്ഷനും കൺസ്ട്രക്ഷനും ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു ഇൻഡിവിജ്വൽ ഹൗസ്. കൊച്ചിയിൽ നല്ലൊരു ഇൻഡിവിജ്വൽ ഹൗസ് നിങ്ങൾ നോക്കുന്നുണ്ട്. അത് എടപ്പള്ളിയുടെയും കളമശ്ശേരിയുടെയും ഇടയിൽ പത്തടിപ്പാലം മെട്രോ സ്റ്റേഷന്റെ അടുത്തായിട്ടാണെങ്കിൽ ഇത് നിങ്ങൾക്ക് പറ്റിയ ഒന്നാണ്. ഇതൊരു കുറച്ച് വലിയ 4000 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന 10 സെന്റ്സ്. ഏറ്റവും ഹൈലൈറ്റ് ലൊക്കേഷൻ തന്നെയാണ്. കാരണം എടപ്പള്ളി ലുലു മോളിന്റെ അടുത്തായിട്ടൊക്കെ വില്ല ചോദിക്കുന്നവരുണ്ട്. അവർക്ക് ഏറ്റവും പറ്റിയൊരു ഇൻഡിവിജ്വൽ ഹൗസ് ആണ്. ഇതിന്റെ അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു ഫോർമൽ ലിവിംഗ് റൂം കൊടുത്തിട്ടുണ്ട്. ഒരു ഫാമിലി ലിവിംഗ് റൂം കൂടെ ഉണ്ട്. പിന്നെയാണ് നല്ല വിശാലമായിട്ട് ഡബിൾ ഹൈറ്റോട് കൂടി ചെയ്തിരിക്കുന്ന ഒരു ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത് കിച്ചണൊക്കെ. എപ്പോഴും എല്ലാവരും ചോദിക്കും ഒരു 10 സെന്റ് അല്ലെങ്കിൽ 8 സെന്റിന്റെ ലാൻഡൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും. അവർക്ക് പറ്റിയ ഒന്നാണ് ഇത്. 10 സെന്റ്സ് ആണ്. താമസിക്കണം എന്നുള്ള കണ്ടീഷനിൽ ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. ശരിക്കും ഈ ഒരു വീട് വിൽക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ചെയ്തൊരു വീടല്ല. അതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ തന്നെ നമുക്കത് അറിയാൻ പറ്റും. മേളത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂംസ്, അതേപോലെ ഒരു ഹോം തിയേറ്റർ റൂം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഫാമിലി ലിവിംഗ് റൂമും കൂടി ഉണ്ട്. താഴെ ഡൈനിങ് ഏരിയ ഡബിൾ ഹൈറ്റ് ആയിട്ട് കൊടുത്തുകൊണ്ട് നല്ല ഭംഗിയാണ്. നമ്മൾ മേളിൽ കയറുമ്പം താഴേക്ക് കാണാനൊക്കെ നല്ലൊരു വ്യൂ ആണ്. ക്യുസാറ്റ ഭാഗത്തോ കളമശ്ശേരിയിലോ എടപ്പള്ളിയിലോ ഒക്കെ നോക്കുന്നവർക്ക് പറ്റിയൊരു ലൊക്കേഷനാണ്. നാഷണൽ ഹൈവേ നിന്ന് വലിയ ദൂരമില്ലാത്തൊരു വീട്. എടപ്പള്ളിക്കും കളമശ്ശേരിയുടെ ഇടയിലായിട്ട് പത്തടിപ്പാലത്തിന്റെ അടുത്തായിട്ടാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. ഇതേപോലൊരു വീടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ എന്നെ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.